അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടൽ, നമ്മുടെ ഈ മജ്ലിസ് അൽഹംദുലില്ലാ അല്ലാഹു എന്തുകൊണ്ടും തൃപ്തിപ്പെടുന്ന നല്ലൊരു മജ്ലിസാക്കി റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ പരിപാവനമായ ശഅബാൻ മാസം, ആ ശഅബാൻ മാസത്തിലേക്ക് നമ്മളെല്ലാവരും കടന്ന് ഇന്ന് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ രാവിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ പരിശുദ്ധമായ ശഅബാനിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ റജബിൽ നമ്മൾ ഒരുപാട് സൽക്കർമ്മം ചെയ്തു. റജബ് 27 നോമ്പും അതുപോലെ തന്നെ അതിന് മുമ്പും ശേഷമൊക്കെ ആയി നമ്മൾ ഒരുപാട് നോമ്പനുഷ്ഠിച്ചു. അതുപോലെ ഒരുപാട് ഖുർആൻ ഓതി, ഒരുപാട് മജ്ലിസുകൾക്ക് നമ്മൾ പങ്കെടുത്തു. എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനിയുള്ള മാസം, ഈ ശഅബാൻ എന്ന പുണ്യമായ മാസം, അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്ന നല്ല രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ഒരുപാട് സ്വലാത്തുകളൊക്കെ പറയാൻ അല്ലാഹു നമുക്ക് അവസരം തരട്ടെ, ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ റജബ് മാസം വന്നതും പോയതും നമ്മൾ അറിഞ്ഞില്ല എന്ന് തന്നെ പറയാം, അല്ലേ? ഇനി അതിനും വേഗത്തിലാണ് ഇനി ശഅബാൻ മാസം നമ്മളിലേക്ക് വന്നതും ഇനി പോകുന്നതും. ഇനി അതിനേക്കാൾ വേഗത്തിൽ വിശുദ്ധമായ റമളാൻ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന റമളാൻ, അല്ലേ? അതായത് പുണ്യങ്ങളുടെ പൂക്കാലം എന്നറിയപ്പെടുന്ന റമളാൻ ഇതാ നമ്മളിലേക്ക് വരാൻ ഏതാനും 28-29 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അൽഹംദുലില്ലാ അല്ലാഹു തആല റമളാനിലേക്ക് ആഫിയത്തോടെ നമ്മളെ എത്തിക്കുകയും ആ റമളാനിലേക്ക് ഒരുപാട് സൽക്കർമ്മം ചെയ്യാൻ അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായി ഇന്നത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ആ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി, അല്ലാത്തവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു തആല നമ്മുടെ സദസ്സ്, നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. പുണ്യങ്ങൾ ഏറെയുള്ള, ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന ദിക്ർ ഔറാദുകളാണ് ഇന്നത്തെ മജ്ലിസ് നമ്മൾ പറയുന്നത്. ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള 4 വാക്കുകളുണ്ട്. ഈ 4 വാക്കുകൾ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് മാത്രമല്ല, ഇത് വിശുദ്ധമായ ഖുർആനിലുള്ള വാക്കുകൾ തന്നെയാണ്. എന്നാൽ ഖുർആനിന് ശേഷം ഏറ്റവും കൂടുതൽ പുണ്യമുള്ള ഒരു 4 വാചകങ്ങളാണ്, 4 വാക്കുകളാണ്. ഏതൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഈ 4 വാക്കുകളും ചേർത്ത് നമുക്ക് പറയാം. എങ്ങനെ? ഒരുപാട് നേട്ടങ്ങളുള്ള ഈ ഒരു ദിക്ർ നമ്മുടെ ഈ ദിക്റിന്റെ മജ്ലിസിൽ മാത്രമല്ല, ഇതല്ലാത്ത സമയത്തും എൻ്റെ ഉമ്മമാരും വാപ്പമാരൊക്കെ ഇത് ഒരുപാട് കണ്ട് പറയണം. ഇത് നമ്മൾ ദുനിയാവിൽ വെച്ച് പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു വൃക്ഷം നടപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണുന്നത്. ചൊല്ലിക്കോ, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അല്ലാഹു തആല മുഴുവൻ പുണ്യങ്ങളും നമുക്ക് തരട്ടെ. ചൊല്ലിക്കോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി
വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഹൗക്കല എന്ന ഒരു പുണ്യമായ ദിക്റുണ്ട്. ഹൗക്കല ഏതാണത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്ന് ഏറ്റവും ലഘുവായതാ. 99 നമ്മുടെ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന പുണ്യമായ ആ ഒരു ദിക്ർ. ഇൻഷാ അല്ലാഹ് നമുക്കത് കുറച്ചുവട്ടം പറഞ്ഞ് നല്ലവണ്ണം ശേഷം ദുആരക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹുവിലേക്ക് എപ്പോഴും നമ്മൾ തവക്കുൽ ചെയ്യുന്നവരാവണം. അത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ പ്രത്യേകിച്ച്. ഇന്നിപ്പോൾ ഒരുപാട് രോഗങ്ങളും ഒരുപാട് അപകടങ്ങളൊക്കെ വ്യാപിക്കുന്ന കാലമാണ്.
പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാവണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്വന്തമായി പറയണം, നമ്മൾ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയൊക്കെ ഈ ഒരു പുണ്യമായ വചനം എപ്പോഴും അവരെ മനസ്സിൽ കരുതി പറയണം. എന്താണത്? അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാവൽ കിട്ടാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു വചനമാണ്. ഏതാണത്? ബിസ്മില്ലാ മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ്. 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എന്തായാലും നിങ്ങൾ പറഞ്ഞിരിക്കണം എന്ന് പരിചയപ്പെടുത്തിയ എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വേണ്ടിയുള്ള 2 ദിക്റുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് പറഞ്ഞാലോ? അള്ളാഹു തആല ദിക്റിന്റെ വലിയ മഹത്വം കൊണ്ട് എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ സിഹ്റും അള്ളാഹു തആല ബാത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു: ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم.
أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامات من شر ما خلق പരിശുദ്ധമായ ദിക്റിന്റെ മജ്ലിസിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ദിക്ർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പുണ്യമായ ആ ഒരു ദിക്റാണ് അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് മരിക്കുന്ന സമയത്തും പടച്ചോനെ ഈ ദിക്ർ എൻ്റെ നാവിൻ തുമ്പിൽ ഇങ്ങനെ വരണം എന്ന് മനസ്സിൽ കരുതി നല്ലവണ്ണം ഇൻഷാ അല്ലാഹ് മനസ്സിൽ ഉറപ്പിച്ച് ഈ ദിക്ർ പറഞ്ഞോട്ടോ. അല്ലാഹു തആല മരിക്കുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സിൽ തട്ടിപ്പറഞ്ഞ് മരണപ്പെടാനുള്ള മഹാസൗഭാഗ്യം തരട്ടെ. ചൊല്ലിക്കോ. لا إله إلا الله 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 لا إله إلا الله
സ്വലാത്ത് എത്ര കണ്ടാലും ചൊല്ലിയാൽ മതി വരാത്ത ഒരു മാസമാവണം ഈ പരിശുദ്ധമായ ശഅബാൻ മാസം. അല്ലാഹു തആല സ്വലാത്ത് അധികരിപ്പിക്കും തോറും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ മനാമിൽ സ്വപ്നത്തിൽ മുത്തായ ഹബീബിനെ കാണാൻ, ആ റൗദ ഷരീഫ് സിയാറത്ത് ചെയ്യാൻ, ഹൗദുൽ കൗസറിൽ നിന്നും നബിതങ്ങളുടെ കൈകൾ കൊണ്ട് കോരിത്തരുന്ന ആ പാനീയം കുടിക്കാൻ, നബിയോടൊപ്പം സ്വർഗത്തിൽ അള്ളാനെ കണ്ടിരിക്കാൻ പടച്ചവൻ നമുക്ക് വലിയ അവസരം തരട്ടെ. അതിനുവേണ്ടി ചൊല്ലിക്കോ, മനസ്സിൽ കരുതി ചൊല്ലിക്കോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അനവധി ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ദുആ വസിയത്ത് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആരക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين وإلى حضرات من ماتوا منا يا رب العالمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പോകുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അർഹമുർ റഹീമീനായ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ പടച്ച റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര് എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ അല്ലാ, ഐശ്വര്യത്തിലാക്കണേ അല്ലാ. പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ, പുതുപ്പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളാൻ മലക്കുകൾ പറയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ അവരെയും, നാളെ ഞങ്ങളുമൊക്കെ മരിച്ചു പോവേണ്ടവരാണ്, ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ. അല്ലാഹുവേ, തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള നല്ല ബോധം തരണേ അല്ലാ, നന്മകൾ അധികമായി ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. പരിശുദ്ധമായ പരിപാവനമായ വിശുദ്ധമായ റജബ് മാസമൊക്കെ കടന്നുപോയി. ഞങ്ങളിപ്പോൾ ഉള്ളത് വിശുദ്ധമായ പുണ്യങ്ങളേറെ നിറഞ്ഞ ശഅബാൻ മാസത്തിലാണ്. റബ്ബേ, ശഅബാൻ മാസത്തിന്റെ ഓരോ ദിനരാത്രങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നു. ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങളുടെ നോമ്പുകൾ, റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ മജ്ലിസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നീ കബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഉള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. എല്ലാ പ്രയാസ പ്രതിസന്ധികളും എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. നീ മാറ്റി എല്ലാവിധ ഖൈറും തരണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്തും സലാമത്തും തരണേ അല്ലാ, ഐശ്വര്യം തരണേ അല്ലാ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ മക്കളെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, വീട് പണി നടക്കുന്നവരുണ്ട്, വീട് പണി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, നല്ല വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ജോലി കൊടുക്കണേ അല്ലാ. ആരോഗ്യമില്ലാത്തവരുണ്ട്, അല്ലാഹുവേ ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ, കമന്റിലൂടെയും അല്ലാതെ നേരിട്ടും ഫോൺ വിളിച്ചും അല്ലാതെയൊക്കെ ദുആ വസിയത്ത് പറയുന്ന 100 സഹോദരി സഹോദരന്മാർ, റഹ്മാനെ, അവരുടെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ, മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ രോഗം തരല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ വയറിന്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, പല അസുഖങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. നീ കാക്കണേ അല്ലാ. എപ്പോഴാണെങ്കിലും ഞങ്ങൾ മരിക്കുന്ന സമയത്ത് റബ്ബേ, ആരോടും വെറുപ്പില്ലാതെ നിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് റഹ്മാനെ ഒരുപാട് അമലുകൾ ചെയ്ത് എല്ലാവരോടും സലാം പറഞ്ഞ് എല്ലാവരോടും പൊരുത്തം ചോദിച്ച് കെലിമ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന നല്ല മരണം തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളിൽ ഒരുപാട് പേർക്ക് കടങ്ങളുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു തരണേ റഹ്മാനെ. പരിശുദ്ധമായ ശഅബാൻ, ഈ ശഅബാനിൽ
ഷഅബാനിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് തരണേ അല്ലാ. റമദാൻ മാസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ റബ്ബേ. റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ആമീൻ പറയുന്ന സഹോദരിമാര്, ഉമ്മമാര്, സഹോദരങ്ങൾ, ഞങ്ങൾക്കെല്ലാം ഒരുപാട് വിഷമ പ്രയാസങ്ങളുണ്ട്. എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട്, നീ ഹാസിലാക്കി തരണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. തട്ടിക്കളയല്ലേ റഹ്മാനെ. മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനുള്ള അവസരം തരണേ അല്ലാ. ഈ മാസം ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ നീ കബൂലാക്കണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവർ, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ഖൈറായ സമയത്ത് ആ പുണ്യമായ മക്കയിലും മദീനയിലും ചെല്ലാൻ, നല്ലപോലെ ഇബാദത്ത് എടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കള് എക്സാമുകൾ വരികയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നല്ലപോലെ പഠിക്കാനും ആ മക്കൾ എഴുതുന്ന പരീക്ഷകളിൽ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കി വളർത്തണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. പരിശുദ്ധമായ ഷഅബാനിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെല്ലാവരെയും നീ ഖബൂലിയത്ത് ഉള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് തൽക്കാലം നമ്മൾ നിർത്തുന്നു. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയതും പറഞ്ഞതും എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാത്തിനും അല്ലാഹു തആല ഒരുപാട് പ്രതിഫലങ്ങൾ നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നാളെ കാണാം. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.